പത്തനംതിട്ട പീഡനക്കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. ഇന്നലെ രാത്രി പമ്പയിൽ നിന്നാണ് ഈ 3 പേരെ പിടികൂടിയത്. പുതിയൊരു എഫ്ഐആർ കൂടി പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതോടെ എഫ്ഐആറുകളുടെ എണ്ണം 8 ആയി മാറിയിരിക്കുന്നു. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. ഈ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അതിക്രമം നേരിട്ട കാര്യങ്ങളാണ് കുട്ടി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് 5 വർഷ കാലയളവാണ്. ഈ പലർക്കും സ്ഥലത്തില്ല, ജില്ലയ്ക്ക് പുറത്തു പോലും പോയവരുണ്ട്, സംസ്ഥാനത്തിന് പോലും പുറത്തേക്ക് പോയവരുണ്ടെന്ന് വരെയും പോലീസ് പറയുന്നുണ്ട്. നിലവിൽ നാട്ടിലുള്ള ആളുകൾ, അതായത് പെൺകുട്ടി പറഞ്ഞ മൊഴികളിൽ നിന്നും പെൺകുട്ടിയുടെ ഡയറി കുറിപ്പിൽ നിന്നും പ്രധാനമായും, ഒപ്പം ഈ അച്ഛന്റെ മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്, അതിൽ നിന്നും കിട്ടിയ വിവരങ്ങളും വെച്ചാണ് ഈ പ്രതികളുടെ സൂചനകൾ പോലീസിന് കിട്ടിയത്. അതിൽ നിന്ന് ഈ നാട്ടിലുള്ള, അതായത് ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഇന്നലെ രാത്രി വരെയും പിടികൂടിയത്. ഇന്നലെ രാത്രിയിൽ പമ്പയിൽ നിന്ന് പിടികൂടിയവർ അവിടെ താൽക്കാലിക ജോലിക്കായി ഈ സീസൺ കാലത്ത് പോയവരാണ്. റാന്നിയിലും പത്തനംതിട്ടയിലും ഒക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം വരെ 20 അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേഷനിൽ. ഇനിയിപ്പോൾ ഇന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഒപ്പം തന്നെ പോലീസ് പറയുന്ന കാര്യം, ഈ 5 വർഷത്തെ കാലയളവിലെ ആളുകളുടെ വിവരങ്ങൾ എടുക്കാം, ആളുകളെ പിടികൂടാം. പക്ഷേ ഈ കേസിന് നിയമപരമായ പിൻബലം കിട്ടണമെങ്കിൽ കുറെ കൂടി ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിക്കണം. ഇത്രത്തോളം ആളുകളെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് എത്തിക്കാൻ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ കോടതിയിൽ ഈ കേസുകൾ ചെല്ലുമ്പോൾ പോലീസിന് കൂടി വിമർശനം ഒഴിവാക്കിയുള്ള രീതിയിൽ വേണം ഈ കേസ് കോടതിയിൽ മുൻപിൽ സമർപ്പിക്കാൻ. അതുകൊണ്ട്